എല്ലാവർക്കും നമസ്കാരം. മഴയായതുകൊണ്ടാണ് കഥ ലേറ്റ് ആയത് കേട്ടോ. ഭയങ്കര സ്ലോ ആയിരുന്നു നെറ്റ്. കുറേ നോക്കി, പക്ഷെ നടന്നില്ല. മാംഗല്യം, രചന, അവതരണം മിത്രവിന്ദ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ജാനിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പൂജയ്ക്ക് അച്ഛനും അമ്മയും വരുന്നതിനെപ്പറ്റി തിരുമേനി ചോദിക്കുവാണെങ്കിൽ താൻ എന്തു മറുപടി നൽകുമെന്ന് ഓർത്ത് വിഷമിച്ചവൾ. എങ്കിലും പെട്ടെന്ന് തന്നെ കുളിച്ചു വേഷം മാറി ഇറങ്ങി ജാൻവി. ഇപ്പോഴും അവൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ എല്ലാം മിഥുവിൻ്റെതാണ്. പിന്നെ 2 ദിവസം മാണിക്യമംഗലം കോവിലകത്തേക്ക് നിൽക്കാൻ തയ്യാറായി വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വീട്ടിലിടാൻ കയ്യിൽ കരുതിയ കുറച്ച് ഡ്രസ്സുകളും പുറത്തു പോകുമ്പോഴിടുന്ന 1-2 ഡ്രസ്സുകളും മാത്രമേ ഉള്ളൂ അവൾക്ക്. മാണിക്യമംഗലത്തിൽ നിന്നും ആരും ഇതുവരെ അവൾക്ക് ഇടാനുണ്ടോ അങ്ങനെയുള്ള ഒന്നും എന്തിന് പാർവതി പോലും അന്വേഷിച്ചിട്ടില്ല. ജാൻവി തന്റെ ട്രാവൽ ബാഗിൽ നിന്നും മുൻപെപ്പോഴോ മാനസി അവൾക്കായി വാങ്ങി നൽകിയ പേസ്റ്റൽ ഗ്രീൻ കളറിൽ ഒരു സൽവാർ സെറ്റ് എടുത്ത് ധരിച്ചു. മുടി ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ജഗൻ കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. അനുസരണയില്ലാതെ ഒരു നിമിഷം അവന്റെ മിഴികൾ ജാനിയിലേക്ക് നീങ്ങി. കാതിൽ നല്ല വലുപ്പത്തിലുള്ള കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് ആഡംബരമെന്ന് പറയാൻ. കഴുത്തിലെ നൂലുപോലെ നേർത്ത മാലയും തിരുമേനി കൊടുത്ത ഏലസുമെല്ലാം ഉടുപ്പിനുള്ളിലേക്കിട്ട് കഴുത്തിലൂടെ ഷോൾ ചുറ്റിയിട്ട് മിഥുവിന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അവൾ. അതേസമയമാണ് ജഗൻ അവളെ പിന്നിൽ നിന്ന് വിളിച്ചത്. ജാൻവി, തിരുമേനി പൂജയ്ക്ക് തന്റെ വീട്ടുകാരോട് വരണമെന്ന് പറഞ്ഞ കാര്യം അവരെ അറിയിച്ചായിരുന്നോ? ജാനിയുടെ നെഞ്ച് ഒന്ന് ആഞ്ഞു മേടിച്ചു. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. പക്ഷെ അമ്മയ്ക്കൊന്ന് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അച്ഛൻ വരും. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടാകണമെന്നല്ലേ ജാൻവി തിരുമേനി പറഞ്ഞത്? കടുപ്പമേറിയ ജഗന്റെ ആ ചോദ്യത്തിന് മുൻപിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ ജാൻവി നിന്നു. ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റില്ലെന്നാണ് അമ്മ പറയുന്നത്. വിട്ടുവിട്ട് തെറ്റിപ്പോകുന്ന ശ്വാസതാളത്തെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരുവിധം ജാനി പറഞ്ഞു നിർത്തി. അവളുടെ മുഖത്തെ മാറി മാറി വരുന്ന ഭാവവ്യത്യാസങ്ങൾ അവൾ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷനും പേടിയും അവളുടെ മുഖത്ത് വെളിവാക്കും വിധമായിരുന്നു. പിന്നീട് അധികം ജഗൻ അവളോട് സംസാരിച്ചില്ല. അവളുടെ സംസാരത്തിന് മറുപടിയായി അവനൊന്നും മൂളിയതും അവൾ വാതിൽ ചാരി പുറത്തേക്കിറങ്ങി. നേരെ പോയത് മിഥുവിന്റെ മുറിയിലേക്കാണ്. ഡോറിൽ 3-4 പ്രാവശ്യം തട്ടിയതിനു ശേഷമാണ് മിഥു കഥവ് തുറന്നിറങ്ങി വന്നത്. റെഡിയായി നിൽക്കുന്ന ജാനിയെ കണ്ടതും മിഥുവിന്റെ കണ്ണുകളിൽ അത്ഭുതം. നീ നന്നായോ? എന്തുപറ്റി ഇത്ര നേരത്തെ? അവൾ ചോദിച്ചതും ജാൻവി കളിയായി അവളുടെ കവളിലൊന്ന് കുത്തിക്കൊണ്ട് അകത്തേക്ക് കയറി. മിഥുവിന്റെ റൂമിലിട്ടിരുന്ന സോഫയിലേക്ക് ജാൻവി ഇരുന്നു. നന്നായിട്ടുണ്ട് ജാൻവി ഈ ഡ്രസ്സ്. ഞാനിത് നീ മുൻപൊട്ട് കണ്ടിട്ടില്ലല്ലോ. ആ, ഇത് അമ്മയൊരിക്കൽ വാങ്ങിത്തന്നതാ. ഞാനങ്ങനെ ഇടാറൊന്നുമില്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഞാൻ വെറുതെ ഇതെടുത്ത് ബാഗിൽ വെച്ചതാ. അതുകൊണ്ടെന്താ ഇപ്പൊ ഒരു യൂസ് ഉണ്ടായില്ലേ? എല്ലാ ദിവസവും എത്രയെന്ന് വെച്ചാ ഡ്രസ്സിനു വേണ്ടി നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? ജാൻവി പറഞ്ഞു നിർത്തിയതും മിഥു ദേഷ്യത്തോടെ അവളെ നോക്കി. പിന്നെ നിനക്കിടാൻ ഒരു ഡ്രസ്സ് തരുന്നത് എനിക്കത്ര വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ നീ എന്നെ അങ്ങനെയാണോ കരുതിക്കൊണ്ടിരിക്കുന്നത്? മിഥുവിന്റെ ആ ദേഷ്യം കാണിക്ക് ജാൻവിക്ക് ചിരിയാണ് വന്നത്. എന്റെ പൊന്നു പെണ്ണെ, നീ ഇങ്ങനെ പിണങ്ങല്ലേ. ഞാൻ വെറുതെ എന്റെ ഈ ദേഷ്യം കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ശരിക്കും? ചുണ്ടു പിളർത്തി ചെറിയ കുട്ടികളെ പോലും മിഥു ചോദിച്ചു. അതേടി, ശരിക്കും. നിനക്ക് നന്നായി ചേരുന്നുണ്ട് ജാനി ഇങ്ങനത്തെ വേഷങ്ങൾ. അതിനു മറുപടിയായി ഒന്ന് ചിരിച്ചതേ ഉള്ളു ജാൻവി. അമ്മയ്ക്ക് തന്നോട് എത്ര ഇഷ്ടക്കേടുണ്ടെന്ന് പറഞ്ഞാലും അമ്മയും അച്ഛനും എവിടെ പോയാലും തനിക്കായി വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം എപ്പോഴും തനിക്ക് ഏറ്റവും നന്നായി ഇണങ്ങുന്നവയായിരുന്നു. ജാനി മനസ്സിലോർത്തോ. പലപ്പോഴും മാനസി സമ്മാനിക്കുന്ന ഗിഫ്റ്റുകൾ നിരസിക്കാറാണ് പതിവ്. എങ്കിലും ചിലതൊക്കെ പല പല സാഹചര്യങ്ങളിലായി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. തനിക്ക് വേണ്ടി താൻ തിരഞ്ഞെടുക്കുന്നതിലും എത്രയോ മടങ്ങ് ഭംഗിയുള്ളതാണ് അമ്മ തനിക്കായി നൽകിയിരിക്കുന്നതൊക്കെ ജാൻവി മനസ്സിലോർത്തു. പുറമേക്ക് മാനസിയോട് എത്രമാത്രം ദേഷ്യം കാണിച്ചെന്ന് പറഞ്ഞാലും ജാൻവിയുടെ ഉള്ളിന്റെ ഉള്ളിൽ അമ്മയെയും
അമ്മയുടെ സ്നേഹവും ഒക്കെ കൊതിക്കുന്ന ഒരു പിഞ്ചു മനസ്സുണ്ട്. അതിനു നേർക്കാണ് മാനസി പലപ്പോഴും കണ്ണടച്ചു കളയുന്നത്. നീ എന്താ ആലോചിക്കുന്നേ? ഏറെ നേരമായി ജാനി എന്തോ ചിന്തകളിൽ ഇരിക്കുന്ന കണ്ട് മിതു ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മിതു. പൂജയ്ക്ക് വരാൻ വേണ്ടി ഞാൻ അമ്മയെ വിളിച്ചിരുന്നു ഇന്നലെ. എന്നിട്ട് ആന്റി എന്തു പറഞ്ഞു? വരില്ലെന്ന് പറഞ്ഞു കാണുമല്ലേ? ആഹാ, എന്റെ അച്ഛനേക്കാൾ നന്നായിട്ട് നീ എന്റെ അമ്മയെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പലപ്പോഴും മാനസിയുടെ സ്വഭാവവും മാനസി അടുത്തതായി ഇനി എന്താവും പറയാൻ പോകുന്നത് എന്നൊക്കെ പ്രവചിക്കുന്നതിൽ കഴിവ് തെളിയിച്ചവളാണ് മിഥു. ആ ഓർമ്മയിൽ ജാനി ചോദിച്ചു. അവരിരുവരും ഒരുമിച്ച് ചിരിച്ചു. എന്നിട്ട് നീ എന്തു പറഞ്ഞ അവസാനം? അച്ഛൻ വരാന്ന് പറഞ്ഞു, അമ്മ വരില്ല. അമ്മ ഇനി പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. ആ, സാരമില്ല, അച്ഛനെങ്കിലും വരുമല്ലോ, അത് മതി. നീ വെയിറ്റ് ചെയ്യും, ഞാൻ വേഗം കുളിച്ചിറങ്ങി വരാം. നമുക്ക് ഒരുമിച്ച് താഴോട്ട് പോകാം. മിഥു അതും പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ജാനി ആലോചനയോടെ ആ സമയം മുഴുവൻ സോഫയിലിരുന്നു. എന്തൊക്കെയോ അനാവശ്യമായ ആലോചനകളിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് ജാനിയുടെ ഫോണിലേക്ക് കൃത്യമായി അബിയുടെ കോളെത്തിയത്. മിഥു കുളിക്കുവാണല്ലോ എന്ന് കണ്ടെത്തും. ജാനി ഫോണും എടുത്തുകൊണ്ട് പതിയെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഹലോ, പറയടാ അബി. ജാനി അതും പറഞ്ഞുകൊണ്ട് ഇടനാഴിയിലേക്ക് തിരിഞ്ഞു നടന്നപ്പോൾ അവൾക്ക് എതിർവശത്തുകൂടി ജഗൻ നടന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അബിയുമായുള്ള സംസാരത്തിനിടയിൽ ജാനി ജഗനെ കണ്ടില്ല. എന്നാൽ കൃത്യമായി ജാനി അബി എന്ന് വിളിക്കുന്നത് ജഗൻ കേട്ടു. എന്തിനു വേണ്ടി അവന്റെ മുഷ്ടികൾ ചുരുണ്ടോ? വല്ലാത്തൊരു ഭാവത്തിൽ ഗൗരവത്തോടെ കല്ലിച്ച മുഖവുമായി തന്നെ ജഗൻ താഴേക്ക് നടന്നു. ജാനിയുടെ വായിൽ നിന്നും കേട്ട അബി എന്ന പേരിൽ കുരുങ്ങിക്കിടക്കുകയാണ് ജഗന്റെ മനസ്സ്. ഇന്നലെ കാവിൽ വെച്ച് തന്നോട് അത്രയും വലിയ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഛേ, പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവള്. ജഗൻ മനസ്സിൽ ഓർത്തുകൊണ്ട് അതീവ ദേഷ്യത്തോടെ താഴേക്ക് നടന്നു. അതേസമയം ജഗനെ കണ്ട മാത്രമേ തന്നെ പാർവതി അവന്റെ അടുത്തേക്ക് വന്നു. ജാൻവി എവിടെ? പൂജ തുടങ്ങാൻ ഇനി കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ ജഗൻ. അതിനു മറുപടിയായി ജഗൻ രൂക്ഷമായി പാർവതിയെ ഒന്ന് നോക്കി. നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെട്ടെന്നെ നോക്കുന്നത്? പിന്നെ നിന്നോടല്ലാതെ ഞാൻ അവളെക്കുറിച്ച് തിരക്കേണ്ടത് ആരോടാടാ? നിന്റെ ഭാര്യയില്ലേ അവൾ? ജഗന്റെ ആ ഭാവവും നോട്ടവും ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ പാർവതി തിരിച്ചു ചോദിച്ചു. അവളെ ഞാൻ പോക്കറ്റിലിട്ട് നടക്കുവല്ല. അവൾ എവിടെയെന്ന് എന്നോട് വന്നിട്ട് ചോദിക്കാനായിട്ട്. ഒന്നിക്ക് മുകളിൽ കാണും. ഇത് നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാ പോരെ? പിന്നെ പൂജയുടെ സമയമൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. സമയമാകുമ്പോൾ അവൾ ഇറങ്ങി വന്നോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ജഗൻ അലസമായി മുറ്റത്തേക്ക് നടന്നു. കാര്യം മനസ്സിലാവാതെ പാർവതി അവിടെ നിന്നു. അപ്പോഴും അഭിയുമായി കാര്യമായ ഫോൺ സംഭാഷണത്തിലായിരുന്നു ജാൻവി. മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന ജഗന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലെ ഇടനാഴിയിലേക്ക് നീണ്ടു. ചിരിയോടെ കൈകൾ വിടർത്തി എന്തൊക്കെയോ ആംഗ്യം കാണിച്ചുകൊണ്ട് തലയാട്ടി അത്രമേൽ സന്തോഷത്തോടെ സംസാരിക്കുന്ന ജാൻവിയെ അവൻ നോക്കി നിന്നു. എന്റെ പൊന്നു മോളെ, ഇനി നിങ്ങൾ എന്നാ കോളേജിൽ വരുന്നേ? ക്ലാസ്സുകൾ ഒരുപാട് കഴിഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ നിന്റെ വിവാഹം മിഥുവിന്റെ ഏട്ടനുമായി കഴിഞ്ഞു എന്നറിഞ്ഞ് ക്ലാസ് മുഴുവൻ ബണ്ടറടിച്ചിരിക്കുവാണ്. അതെന്താ, നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായി കല്യാണം കഴിക്കുന്ന ആള് ഞാനാണോ? അത് നീയല്ല. പക്ഷേ വിവാഹം എന്ന ചടങ്ങിന് നിന്നെപ്പോലെ എതിർപ്പ് പറഞ്ഞ മറ്റാരുമില്ലല്ലോ നമ്മുടെ ക്ലാസ്സിൽ. ആ നീ തന്നെ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിച്ചതിന്റെ ഒരു കളിയാക്കൽ എന്തായാലും നിനക്ക് പ്രതീക്ഷിക്കാം. അഭി പറഞ്ഞപ്പോൾ ജാനിയും അതേപ്പറ്റി ഓർത്തു. സത്യമാണ്, ഒരിക്കലും ഒരു വിവാഹമൊന്നും എന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും സത്യങ്ങളൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാരെയും പറഞ്ഞു തിരുത്തുന്നതിലും ഭേദം അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ എന്ന് ജാൻവി മനസ്സിൽ ചിന്തിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? പെട്ടെന്ന് അഭി ചോദിച്ചപ്പോഴായിരുന്നു അവളും ഓർത്തത് ഇത്രയും സമയം താൻ അവനോട് സംസാരിക്കാതെ പലവിധ ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നുവെന്ന്. ഏയ്, ഒന്നുമില്ലടാ, നീ പറ. ക്ഷീണം മാറിയ എനിക്ക് കോളേജിൽ വരണം പെണ്ണെ. എക്സാം ആകാറായി. നീയും മര്യാദയ്ക്ക് വാടി. ആ പെണ്ണിനെയും കൂടെ കൂട്ട്. എന്റെ പൊന്നബി, ഇവിടുത്തെ കാര്യങ്ങൾ നിനക്ക് അറിയാഞ്ഞിട്ടാ. ഇതിപ്പോ പൂജയെന്നും പറഞ്ഞ്
2-3 ദിവസം അങ്ങനെ പോയി. ഇനി എന്തായാലും നാളത്തെ ദിവസം കൂടി കഴിയാതെ കോളേജിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. എടി, ഞാനിപ്പോ വിളിച്ചത് അതിനൊന്നുമല്ല. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. അതും വരുന്ന 4 ദിവസത്തിനകത്ത്. സാർ എനിക്ക് മെസ്സേജ് ഇട്ടു. അഭി പറഞ്ഞപ്പോഴാണ് ജാൻവിക്കും അത് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ മിഥുവിന്റെ ഏട്ടന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനിലാണ് ജാൻവി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് രക്തം പിടിയും കിട്ടിയില്ല. എനിക്ക് ഇനിയും റെക്കോർഡ് എഴുതാനുണ്ട് അഭി. അതുമാത്രമല്ല, എന്റെ ബുക്സൊക്കെ വീട്ടിലാണ്. എടി, സമയം കളയാതെ എത്രയും പെട്ടെന്ന് അതൊക്കെ എടുത്തോണ്ട് വന്നിട്ട് എഴുതി തുടങ്ങുക. എന്നിട്ട് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് സബ്മിറ്റ് ചെയ്യുക. ഞാൻ സബ്മിറ്റ് ചെയ്യാംടാ. അതേസമയം ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ മറിഞ്ഞു നിന്നുകൊണ്ട് ജഗൻ ജാനിയുടെ ഭാവങ്ങൾ നോക്കിക്കാണുകയാണ്. ആദ്യം വളരെ സന്തോഷത്തോടെ സംസാരിച്ചു നിന്നവളുടെ മുഖം പെട്ടെന്ന് മങ്ങിയതും അവൾ ആലോചനയോടെ നിൽക്കുന്നതുമൊക്കെ അവൻ കണ്ടു. അപ്പോൾ തന്നെയാണ് മിഥു ഇടനാഴിയിലേക്ക് വന്നത്. താഴേക്ക് പോകാം ജാൻവി. പോകാം. അബിയുടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് ജാനി മിഥുവിനോട് മറുപടി പറഞ്ഞു. എന്താടി, എന്തു പറ്റി? നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ. അബി ഇപ്പോ വിളിച്ചു. റെക്കോർഡിന്റെ കാര്യമാണ് അവൻ പറഞ്ഞത്. ഞാൻ ഇതുവരെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 4 ദിവസം കൊണ്ട് എങ്ങനെ എഴുതി തീർക്കുന്നു എനിക്കൊരു എത്തും പിടുത്തവുമില്ല. അതിന്റെ ഇടയ്ക്ക് നീ ബുക്സ് എല്ലാം വീട്ടിൽ നിന്ന് എടുക്കണം. എന്തായാലും ഇന്നും നാളെയും കഴിയാതെ കോവിലകം വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകാനും പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും മിഥു? ജാനി ആവലാതിയോടെ മിഥുവിനെ നോക്കി. എന്തായാലും ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. നമുക്ക് ഏട്ടനോട് ചോദിച്ചിട്ട് ഇന്ന് നിന്റെ വീട്ടിൽ പോയി ബുക്സും പുസ്തകങ്ങളും ഒക്കെ എടുത്തിട്ട് വരാം. മിഥു പറഞ്ഞപ്പോ ജാൻവിക്ക് തോന്നി അത് തന്നെയാണ് ശരിയെന്ന്. വാ, ഇനിയിപ്പോ ഇവിടെ ഒന്ന് സമയം കളയണ്ട. തൽക്കാലം താഴേക്ക് പോകാം. എന്തായാലും റെക്കോർഡിന്റെ കാര്യത്തിന് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. മിഥു ഉറപ്പ് നൽകിയപ്പോൾ ജാനിക്കൊരു സമാധാനം തോന്നി. അവരിരുവരും ഒന്നിച്ചു തന്നെ താഴേക്ക് നടന്നു. എവിടെയായിരുന്നു കുട്ടികളെ ഇത്ര നേരം? പൂജയുള്ള കാര്യം അറിയാവുന്നതല്ലേ? അവരെ കണ്ട മാത്രയിൽ തന്നെ പാർവതി ദേഷ്യത്തോടെ വന്നുകൊണ്ട് ചോദിച്ചു. സോറി അമ്മേ, അല്പം താമസിച്ചു പോയി. മിഥു പറഞ്ഞു. അതൊന്നും സാരമില്ല. വേഗം പോയി ആഹാരം കഴിക്കും. എന്നിട്ട് വന്ന് പൂജയിൽ പങ്കെടുക്ക്. അവർ ഇരുവരെയും നോക്കിക്കൊണ്ട് പാർവതി പറഞ്ഞതും മിഥുവും ജാൻവിയും ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആഹാരം കഴിക്കാനായി. ആഹാരം കഴിച്ച് ഇന്നലത്തേതുപോലെ ജഗനും ഒപ്പം പോയി കാവിൽ വിളക്ക് വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചു ജാൻവി. അവൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ ജാൻവി ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ടും ആളവളെ മൈൻഡ് ചെയ്തില്ല. ജഗൻ, ഒരു വേള അവൾ വിളിച്ചു. എന്താ? അല്ല, ജഗനിത് എന്തു പറ്റി? ഒരു ദേഷ്യം പോലെ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാണ്ട് എപ്പോഴും കോമഡി പറഞ്ഞു നടക്കുന്ന ആളൊന്നുമല്ല. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ടവൻ മുന്നേ നടന്നു. ഇരുവരും വരുന്നു നോക്കി തിരുമേനി ഉമ്മറത്ത് തന്നെയുണ്ട്. 2 ആളെയും അദ്ദേഹം പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജാൻവി, അരക്കെട്ടിന് മുകളിലേക്ക് ഈ രക്ഷ എണിയാൻ പാടില്ല കേട്ടോ. തലേ ദിവസം തിരുമേനി കൊടുത്ത വെള്ളി ഏലസിലേക്ക് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് ജാൻവി അവളുടെ കഴുത്തിൽ കെട്ടിയിരുന്നു. പെട്ടെന്ന് അവളുടെ കൈകൾ തന്റെ കഴുത്തിൽ കിടന്ന മാലയിലേക്ക് നീണ്ടു. മോൾക്ക് എങ്ങനെ ഏലസ് ഇടുന്നത് കൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഇല്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു. ശരി, എങ്കിൽ പിന്നെ നാളത്തെ പൂജയ്ക്ക് ശേഷം ഞാനൊരു ഏലസ് ജപിച്ചു തരാം. അതിൽ മോൾക്ക് ദീർഘായുസിനും ദീർഘസുമംഗലി ആയിരിക്കുവാനുമുള്ള രക്ഷയും എഴുതിയിടാം. അരക്കെട്ടിലാണ് ഇത് അണിയേണ്ടത്. ഇതാരോടും പറഞ്ഞു ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ചുവന്ന ചരടിൽ കോർത്ത് ധരിക്കണം. ജഗനത് കെട്ടിക്കൊടുക്കാൻ ജാൻവിയെ സഹായിക്കണം. തിരുമേനി പറഞ്ഞതും അവളെ അടിമുടി വിറച്ചു പോയിരുന്നു. അവളോട് ചേർന്ന് നിന്ന് ജഗനിലും ആ വിറയിൽ പടർന്നു. ഒമിനീർ പോലും ഇറക്കാതെ അവൾ ജഗനെ ഒളികണ്ണാലെ നോക്കി. ആ മുഖത്ത് ഗൗരവം അപ്പോഴും നിറഞ്ഞു നിന്നു. 4 തവണ കെട്ടിടണം, അതും ആൺകെട്ട്. ജാൻവിയുടെ അരക്കെട്ടിന്റെ വലതുവശത്ത് വേണം ഏലസ് കിടക്കേണ്ടത്. കെട്ടിക്കൊടുക്കുമ്പോ ജഗൻ അത് ശ്രദ്ധിച്ചോണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്താ പോരെ? ജാൻവി എടുത്തടിച്ച പോലെ അദ്ദേഹത്തോട് ചോദിച്ചു. മോളുടെ ഭർത്താവല്ലേ ഇത്? അന്യപുരുഷനൊന്നും അല്ലല്ലോ. സഹായിച്ചതുകൊണ്ട് കുഴപ്പമുള്ളതായി എനിക്ക് തോന്നില്ല. പിന്നെ നിങ്ങൾ 2 ആളും ആലോചിച്ച് ചെയ്താൽ മതി. ജാൻവി ഒറ്റയ്ക്ക് ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല.
തിരുമേനി പറഞ്ഞപ്പോൾ ആശ്വാസഭാവത്തിൽ അവൾ തലകുലുക്കി. ഏലസ് ഗോൾഡിന്റെ ആണോ അതോ സിൽവറിന്റെ ആണോ? ജഗൻ തിരുമേനിയെ നോക്കി. അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്തോളൂ. ജഗൻ പുറത്തേക്ക് പോവണ്ട. ആരെയെങ്കിലും കൊണ്ട് വാങ്ങിപ്പിച്ചാ മതി. തിരുമേനിയുടെ സഹായത്തിന് നിൽക്കുന്ന ആരെയെങ്കിലും അയച്ചോളൂ. ജ്വല്ലറി ചെന്നിട്ട് എന്നെ വിളിച്ചാ മതി. ഞാൻ പേയ്മെന്റ് ചെയ്തോളാം. ശരി, അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. ഞാൻ സുരേന്ദ്രനെ അയച്ചോളാം. അദ്ദേഹം പറഞ്ഞതും ഇരുവരും തലകുലുക്കി. ഇതൊക്കെ നിങ്ങൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂന്നാമതൊരാൾ അറിയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശരി തിരുമേനി, എങ്കിൽ പിന്നെ രണ്ടാളും പൊയ്ക്കോളൂ. ഇരുവരും പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്കാരുടെ സഹായമൊന്നും വേണ്ട, ജാൻവി അവനോടായി മെല്ലെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നിന്നെ സഹായിക്കാൻ ആര് വരൂടി? നീ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് ചെന്നാ മതി. അവനും ജാൻവിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് മുകളിലെ പടികൾ ഒന്നൊന്നായി കയറി. പക്ഷെ ജഗന് മുൻപത്തേതിലും എന്താ ദേഷ്യക്കൂടുതലെന്ന് ജാനിക്ക് തോന്നിയിരുന്നു. പിന്നെ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവൾ അവന്റെ ദേഷ്യത്തെപ്പറ്റിയൊന്നും അധികം ചിന്തിക്കാൻ പോയില്ല. വൈകുന്നേരം ആയപ്പോൾ മിഥുവിന്റെ റൂമിൽ നിൽക്കുകയാണ് ജാനി. ജാനി, നീ ഏട്ടനോട് സംസാരിച്ചോ ബുക്ക് എടുക്കാൻ പോകുന്നത്? ഇല്ല മിഥു, പിന്നെയാണ് ഞാൻ ആലോചിച്ചത്. നാളെ എന്തായാലും അച്ഛൻ വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അച്ഛനോട് തന്നെ പറയാം ബുക്സ് എല്ലാം കൊണ്ടുവരാൻ. ആ, അത് മതി. ബുക്കും നിനക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും ഉണ്ടെങ്കിൽ അതുകൂടി പറയാൻ. എന്തായാലും അങ്കിൾ ഇവിടെ വരെ വരുന്നതല്ലേ. ആലോചനയോടെ നിന്ന ശേഷം ജാൻവി മുറിയിലേക്ക് പോയി. ശേഷം ഫോൺ എടുത്തുകൊണ്ട് ഇടനാഴിയിലേക്ക് നടന്നു. 2-3 തെല്ലാം അടിച്ച ശേഷമാണ് ജയൻ ഫോൺ എടുത്തത്. എന്താ ജാൻവി ഈ സമയത്ത്? ഏകദേശം 10 മണിയോട് അടുക്കാറായി സമയം. ഞാനിപ്പോ വിളിച്ചത് എന്റെ കുറച്ച് ബുക്കും പുസ്തകവും റെക്കോർഡുകളും റൂമിലുണ്ട്. അച്ഛൻ നാളെ ഇവിടേക്ക് വരുമ്പോ അതുകൂടി ഒന്ന് കൊണ്ടുവരാമോ? എക്സാം എടുക്കാറായി. ഇനി ഞാൻ അവിടെ എടുത്താൽ എനിക്ക് ആ റെക്കോർഡൊന്നും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. ഓക്കെ ജാൻവി, ഞാൻ നാളെ വരുമ്പോ എല്ലാം എടുത്തോളാം. താങ്ക് യു അച്ഛാ. അതും പറഞ്ഞ് മറുപുറത്തു നിന്നും കോൾ കട്ടായി.